ഒരു പുതിയ കീബോർഡിൻ്റെ അവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് ഒരു പുതിയ കീബോർഡ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഒരു കീബോർഡ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കീബോർഡ് ഫിക്സിങ് ഇത്ര എളുപ്പമായിരുന്നു എന്ന്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള നോളജും അതിനാവശ്യമാണ്. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം, കീബോർഡ് മാത്രം മതി എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്ത കീബോർഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് കീബോർഡിൽ ഉണ്ടായിരുന്ന ബെൻഡുകളൊക്കെ ശരിയാക്കിയത്. ചില കീ പ്രസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് കീന്റെ താഴെ വരുന്ന ലോക്കുകളൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. സെയിം കീബോർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ലോക്കുകളൊക്കെ മാറ്റിയിടാൻ പറ്റി. കാരണം ഇത് ഒറിജിനൽ കീബോർഡ് ആയതുകൊണ്ട് ഈ കണ്ടീഷനിൽ ഒരിക്കലും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ബോർഡിന് താഴെ വരുന്ന ഷീൽഡ് പറിച്ചെടുത്താണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അറിയുന്ന പണി മാത്രം ചെയ്താൽ പോരെയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം അറിയാത്ത പണി നമ്മൾ ചെയ്യണം. പക്ഷെ അത് അറിവുള്ളവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. കഴിയുന്ന പോലെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സ്പേസ് കീ ആണെന്ന് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നത്. അത് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന സ്ക്രൂവിൽ ഒരുപാട് മിസ്സിംഗ് ആയിരുന്നു. നമ്മളെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ബോർഡൊക്കെ പാക്ക് ചെയ്തത്. സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. തിരിച്ച് അതുപോലെ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കപ്പെടും. മദർ ബോർഡിൽ നല്ല രീതിക്ക് ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് കസ്റ്റമറിന് ലാപ്ടോപ്പ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം.